ലോകപ്രശസ്തമായ റോളക്സ് വാച്ചസിന് ഓട്ടോമാറ്റിക് ക്രോണോഗ്രാഫ് മൂവ്മെന്റ് ഉണ്ടാക്കാൻ സഹായിച്ചത് വേറൊരു സ്വിസ് വാച്ച് കമ്പനിയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതുപോലെ പ്രൊജക്ട് 99 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. 1960 മുതൽ 1969 വരെ ഒരു ഓട്ടോമാറ്റിക് ക്രോണോഗ്രാഫ് ഉണ്ടാക്കാൻ ഒരു രഹസ്യമായിട്ടൊരു മത്സരം ഈ സ്വിസ് വാച്ച് കമ്പനികളുടെ ഇടയിലും ലോകത്തിലെ പല സ്ഥലങ്ങളിലും നടന്നിരുന്നു. അതിന് കാരണം എന്താണെങ്കിൽ അതുവരെയ്ക്കും മാനുവൽ വൈൻഡിങ് ക്രോണോഗ്രാഫ് മാത്രമേ അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ. ഹാമിൽട്ടനും ബ്രൈറ്റ്ലിംഗും ടാഗിയറും ചേർന്ന് ഒരു ഗ്രൂപ്പ് കമ്പനിയും സെനിത്ത് ഒറ്റയ്ക്കും ജപ്പാനിൽ നിന്ന് സീക്കോയും ഈ ഓട്ടോമാറ്റിക് ക്രോണോഗ്രാഫ് ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. ടാഗിയറിന്റെ അന്നത്തെ ഉടമസ്ഥനായ ജാക്ക് ഹെവർ ഹാമിൽട്ടനും ബ്രൈറ്റ്ലിംഗും ടാഗിയറും ചേർന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഈ പ്രൊജക്ടിന് ഇട്ട പേരാണ് പ്രൊജക്ട് 99. അങ്ങനെ 1969 ഓൾമോസ്റ്റ് ഈ 3 ടീമുകൾ ഏകദേശം ഒരേ സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് ക്രോണോഗ്രാഫ് ഉണ്ടാക്കി. അതിനൊപ്പം വേറൊരു സംഭവം കൂടി നടന്നു. 1969 സീക്കോ അവരുടെ ഫസ്റ്റ് കോട്സ് വാച്ച് റിലീസ് ചെയ്തു. സ്വിസ് വാച്ച് ഇൻഡസ്ട്രിയിൽ ഒരു കോട്സ് ക്രൈസിസ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടായി. 1000-ലധികം വിവിധ കമ്പനികൾ ആ സമയത്ത് പൂട്ടിപ്പോയി. ബ്രൈറ്റ്ലിംഗ് ആണെങ്കിൽ ഈ ഇറക്കിയ പുതിയ ഓട്ടോമാറ്റിക് ക്രോണോഗ്രാഫ് വെച്ചിട്ട് ഏവിയേഷൻ ഫീൽഡിലും ടാഗിയർ മോട്ടോർ സ്പോർട്സിലും ശ്രദ്ധിച്ചു. പക്ഷെ സെനിത്തിന് വലിയ കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അതേ സമയത്ത് നമ്മുടെ ഈ കഥയിൽ റോളക്സിന് ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ക്രോണോഗ്രാഫ് ഇല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുകയായിരുന്നു. 1978 കോട്സ് ക്രൈസിസിൽ നിന്ന് പുറത്തു വരാൻ പല കമ്പനികൾക്കും പറ്റിയില്ല. ഇങ്ങനെ ഒരു ക്രൈസിസ് ടൈമിൽ ഈ ഒരു പുതിയ മൂവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ പലരും കോട്സ് മൂവ്മെന്റ് ഇറക്കി കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തു പോയി. പക്ഷെ റോളക്സിന് മാത്രം അങ്ങനെ ഒരു കോട്സ് ഇറക്കി പിടിച്ചു നിൽക്കാൻ മനസ്സിലായിരുന്നു. ആ സമയത്താണെങ്കിൽ കോപ്പി ചെയ്യാൻ പറ്റില്ല പല കാര്യങ്ങളും. എന്താണെന്ന് വെച്ചാൽ ഈ സ്വിസ് വാച്ച് ഇൻഡസ്ട്രിയിലൊക്കെ കോപ്പിറൈറ്റ് പ്രശ്നം ഭയങ്കര സീരിയസ് ആയിരുന്നു. 1978 സെനിത്തിനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ മൂവ്മെന്റ് തരാൻ പറ്റും. സെനിത്ത് ആണെങ്കിൽ ആകെ പ്രശ്നത്തിലായിരുന്നു. അതുകൊണ്ട് അവർ ഉടനെ ഓക്കെ പറഞ്ഞു. അങ്ങനെ റോളക്സിന് അവർ മൂവ്മെന്റ് ഉണ്ടാക്കാമെന്ന് സമ്മതിക്കുകയും അവരുടെ ഫേമസ് ആയിട്ടുള്ള എൽ പ്രിമറോ എന്ന് പറഞ്ഞ ട്രഡീഷണൽ ലെവലിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന കോളം വീൽ ബേസ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റ്, അതിൽ 1/10 കൗണ്ടും 36,000 വൈബ്രേഷൻ പെർ അവർ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു മൂവ്മെന്റിനെ 200-ലധികം മോഡിഫിക്കേഷൻ ചെയ്ത്, അതായത് വൈബ്രേഷൻ പെർ അവർ റെഡ്യൂസ് ചെയ്ത് പല സൈസുകളൊക്കെ മാറ്റി അവസാനം 4030 എന്ന് പറഞ്ഞിട്ടുള്ള മൂവ്മെന്റ് റിലീസ് ചെയ്യുകയാണ്. അങ്ങനെ 1988 റോളക്സ് അവരുടെ ഡേറ്റോണയിൽ ആദ്യമായി, അതായത് ഇത് കണ്ടുപിടിച്ച് 20 വർഷത്തിന് ശേഷമാണ് ഇവര് ഒരു ഓട്ടോമാറ്റിക് ക്രോണോഗ്രാഫ് 1988 റിലീസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ആ ഡേറ്റോണയുടെ വളർച്ച ഉണ്ടാകുന്നതും അവർ ബാക്കിയുള്ള അവരുടെ എല്ലാ കോമ്പറ്റീറ്റേഴ്സിന്റെ അടുത്തും പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെ ഒരു പാരലായി ഡെവലപ്മെന്റ് ചെയ്ത് 2000 ആയപ്പോഴേക്കും സെനിത്ത് ആയിട്ടുള്ള കോൺട്രാക്ട് അവസാനിക്കുകയാണ്. 2000 അവർ സ്വന്തം മൂവ്മെന്റ് ആയ 4130 ഇറക്കി. ഡേറ്റോണയുടെ ചരിത്രവും പിന്നെ അത് 1930 അവർ ക്രോണോഗ്രാഫ് ഉണ്ടാക്കി തുടങ്ങി. അതിനെ പറ്റിയും ഈ പർട്ടിക്കുലർ പ്രൊജക്ട് 19 പറ്റിയുള്ള രസകരമായ പല സംഭവം കൂടി ഞാൻ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അത് യൂട്യൂബിൽ കാണാം.